അതേ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് വളരെ കുറച്ച് നാൾക്ക് ശേഷമാണ് വീഡിയോ വരുന്നത്. അല്ലെ, വളരെ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇപ്പൊ വീഡിയോ വരുന്നത്. വീഡിയോ വരാൻ ഇത് വെട്ടില്ലല്ലോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. നമ്മൾ എപ്പോഴും അച്ചാറൊക്കെ തന്നെ മുഴുകി ഇരിക്കുകയാണ്. അതേപോലെ കൂട്ടുകാരെ എന്റെ മുഖത്ത് ഇന്നത്തെ സംഭവം ഇപ്പൊ രാത്രിയായ സമയം നമ്മൾ ആദ്യമായിട്ട് എല്ലാരും കൂടെ പുറത്തു പോയി ഒരു സിനിമയ്ക്ക് വേണ്ടി പോകാട്ടോ. ആദ്യമായിട്ടാണ് പോകുന്നത് നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നത്. ഇതുവരെ എന്താ പറയാ, പപ്പയും മമ്മി നമ്മളെല്ലാരും കൂടി പോയിട്ട് കണ്ടിട്ടില്ല. അതേപോലെ കുഞ്ഞിപ്പെണ്ണും ആദ്യമായിട്ട് പോണട്ടോ. നമ്മളെ കുഞ്ഞിപ്പെണ്ണ് വയറ്റിലായിരുന്നപ്പോ അവതാർ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ഉണ്ടായിട്ട് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്ന സിനിമയാണ്. പോകുന്ന സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് കാണാനോട്ട് പോകുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്പൊ ഭയങ്കര എല്ലാവരും ഭയങ്കര അഭിപ്രായം പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് കാണണം ആഗ്രഹം കേട്ടോ. അപ്പൊ 8:30ക്കാണ് ഷോ. സെക്കൻഡ് ഷോ ആണ് നൈറ്റ്. അപ്പൊ ഞങ്ങള് എല്ലാം ഒരുങ്ങി പോവാൻ വേണ്ടി പോവാണ്. പൊന്നുവാൻ ഭയങ്കര സന്തോഷാട്ടോ. പൊന്നുവാണ് സ്വൈര്യം വന്നിട്ടില്ല, ബുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഏറ്റവും അവസരം ബുക്ക് ചെയ്തു. അപ്പൊ മമ്മിക്കാണെങ്കിൽ വരാൻ അധികം താല്പര്യമില്ല കേട്ടോ. മമ്മീനെ ചോദിച്ചോട്ടെ. മമ്മി അങ്ങനെ സിനിമയോ സീരിയലോ ഒന്നും കാണത്തില്ല കേട്ടോ. മമ്മീന്റെ വിചാരം മമ്മി സിനിമയ്ക്ക് പോയിട്ട് അവിടെ പോയിരുന്നിട്ട് അതിൽ പണിയൊന്നും ഇല്ല, ചുമ്മാ ഇരുന്ന് കണ്ടാ മതി. മമ്മിക്കാണ് സിനിമ കാണാൻ ഇഷ്ടമല്ല കേട്ടോ. മമ്മി അച്ചാറെടുത്ത് പണി വെക്കായിട്ട് ഫുള്ള് തിരക്കായിട്ട് ഇന്ന് റെസ്റ്റ് വേണമെന്നാണ് മമ്മി പറയണേ. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ തിയേറ്ററിൽ പോകുന്നേ. തിയേറ്ററിൽ പോയിട്ട് ചുമ്മാ സിനിമയും കണ്ട് ഇങ്ങനെ ഇരിക്കുക. മഞ്ഞുമ്മൽ ബോയ്സ് മഞ്ഞുമ്മൽ ബോയ്സ് മോളെ കൂട്ടാ നിങ്ങൾ കണ്ടോന്നേ. ഈ മമ്മി ഇങ്ങനെയാട്ടോ. മമ്മി പറയണ പാത്രമൊക്കെ കഴുകി വെക്കാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ മമ്മി പറയുന്നത്. മമ്മിയാണ് സിനിമയ്ക്ക് വരുന്നില്ല മമ്മി പറയുന്നത്. പക്ഷെ നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ മോളിക്കുട്ടൻ കൂടെ എന്തായാലും പോകും. അപ്പൊ കൂട്ടുകാർ എന്തായാലും നമ്മള് മോളിക്കുട്ടൻ കൊണ്ട് നമ്മള് സിനിമയ്ക്ക് പോകും. മോളിക്കുട്ടനും പപ്പയും നമ്മളും എല്ലാരും കൂടെ സിനിമയ്ക്ക് തന്നെ പോവും കേട്ടോ. അല്ലെ കുഞ്ഞിപ്പെണ്ണെ? ആദ്യത്തെ സിനിമ സിനിമന്റെ പേര് പറ. മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് ഫുഡൊക്കെ കൊടുത്തിട്ട് സെറ്റ് ആകട്ടെ. പെട്ടെന്ന് തന്നെ കുഞ്ഞിപ്പെണ്ണ് ഫുഡൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടാണ് പോകാന്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. ആദ്യമായിട്ട് തിയേറ്ററിൽ കൊണ്ടുവന്നുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും അറിയത്തില്ല. 10 മാസം പ്രായമല്ലേ ഉള്ളൂ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്. അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ പോകുമ്പോൾ വലിയ ഒച്ച കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും അറിയില്ല, കരച്ചിലായിരിക്കും അറിയില്ല. ശരി, 11 മാസമാകും പോട്ടെ നമ്മുടെ പെണ്ണിന്. അപ്പൊ പൊന്നു കഞ്ഞിയുടെ കുഞ്ഞിപ്പെണ്ണ് കൊടുക്കാനുള്ള ചോറ് പിഴിയുന്നുണ്ട്, അല്ല പിഴിയല്ല അരയ്ക്കുന്നുണ്ട് കൈ കൊണ്ട്. അതൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ട് നമുക്ക് കുഞ്ഞിപ്പെണ്ണിനെ എല്ലാരും കൂടി പോട്ടോ. അപ്പൊ ഇവിടെ TV കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ന്യൂസ് കേൾക്കുക. പപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചായയും കണ്ടോ, കപ്പില് ചായ ഉണ്ട് കേട്ടോ. കപ്പില് ചായയും കുടിച്ചിട്ട് പപ്പ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ റെഡിയല്ല സിനിമയ്ക്കോ? അപ്പേ അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറ. സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇവിടെ നേരത്തെ വേറെന്തോടെ പറഞ്ഞേ? നീ നേരത്തെ വേറെന്തോ പറഞ്ഞേ? കേട്ടതിന്റെ ബുദ്ധിമുട്ടല്ല. പൊന്നിന്റെ സന്തോഷം കൂടി പിന്നെ പറയണ ഭയങ്കര സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ഇഷ്ടാട്ടോ. ടാക്കീസിൽ പോയി കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ടാക്കീസ് ഇഷ്ടമാ. എന്താ പറയുന്ന തിയേറ്റർ ടാക്കീസ് നമ്മള് അങ്ങനെ പറയും. സിനിമ കോട്ട. കോട്ട. മോളിക്കുട്ടാ ഒന്ന് ഒരുക്കാൻ നോക്ക്. വന്നിട്ട് 8:30ക്കാട്ടോ ഷോയ്. മമ്മി വാ, അവിടെ പോയി ചുമ്മാ ഇരുന്നാ മതി. പാനിപ്പൂരി വാങ്ങി തരാം വാ. പുൽപ്പള്ളിയിൽ പാനിപ്പൂരി ഇടുന്ന കട വന്നിട്ടുണ്ട്. പാനിപ്പൂരി വാങ്ങി തരാം വാ. പാനിപ്പൂരി കുടിച്ചിട്ട് ഞാൻ പോരുന്നില്ല. എന്റെ കുഞ്ഞു മോളിക്കുട്ട. അങ്ങനെ കൂട്ടുകാരെ ഞാൻ കുഞ്ഞിപ്പെണ്ണ് റെഡി ആയിട്ടോ. കേട്ടോ, കുഞ്ഞിപ്പെണ്ണ് 2 കൊമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ടിങ് 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 ടിങ്. എനിക്ക് കൊമ്പുണ്ട് എനിക്ക്. അപ്പൊ പൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക. മമ്മി അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. മമ്മീനെ പറഞ്ഞു മമ്മി ഏറ്റവും അവസരം ഒരുങ്ങുന്നുണ്ട്. പപ്പയും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവരും റെഡി ആയുള്ള നമുക്ക് സിനിമയ്ക്ക് പോകാൻ കൂട്ടുകാര്. ആദ്യമായിട്ട് എല്ലാവരും ഒന്നിച്ചു പോകുന്നതിന്റെ ഒരു സന്തോഷം കേട്ടോ. ശരിക്കും കുഞ്ഞിപ്പെണ്ണിന്റെ ആദ്യത്തെ സിനിമയ്ക്ക് പോക്കാണ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ പ്രത്യേകം കൂട്ടുകാരെ. പൊന്നൂരി കഴിഞ്ഞോ? ഇപ്പൊ കണ്ടോ, ഇത് 1/2 മണിക്കൂർ സമയമുള്ളൂ കേട്ടോ. 8 മണിയായി. 8:30ക്ക് ഷോ തുടങ്ങും. അപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് നമുക്കിനി എല്ലാവരും ഒരുങ്ങി നമുക്ക് അവിടെ എത്തണം. അതിൻ്റെ ഒരു ചെറിയ റഷിലാട്ടോ. അതൊന്ന് കരഞ്ഞു ചിരിച്ചതോ. നമ്മുടെ അച്ചാറിന്റെ പരിപാടികളൊക്കെ ഇപ്പൊ സീലിംഗ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. നമ്മുടെ ഇത് പുതിയ കേരമീൻ അച്ചാറാണ്, പച്ചമീന്.
അതെല്ലാം സീൽ ചെയ്ത് വെച്ചേക്ക്. ഇനി വന്നിട്ട് വേണം സിനിമ വന്നിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, അടച്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനും കുഞ്ഞിപ്പേണ് നമ്മുടെ വണ്ടി കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വണ്ടി എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ആക്കി ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് മാറ്റിയിടാം. അപ്പത്തേക്കാണ് അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കേൾക്കുമ്പോഴാണ് എല്ലാവരും തിടുക്കം കൂട്ടുള്ളൂ കേട്ടോ. അല്ലെ വൈകി പോയാൽ നമുക്ക് സ്റ്റാർട്ടിങ് തുടക്കം കാണാൻ പറ്റില്ല സിനിമേന്റെ. നമുക്ക് ചീച്ചിടാ വണ്ടി. കുഞ്ഞിപ്പണ്ണുണ്ടല്ലോ വണ്ടി ഓണാക്കുമ്പോൾ നമ്മുടെ ഇതിനകത്തെ ലൈറ്റുകളൊക്കെ കത്തൂല്ലേ, അതൊക്കെ കണ്ട് കുഞ്ഞിപ്പണി ഇങ്ങനെ നോക്കുക. അത് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഇരിക്കാന്. ഡ്രൈവിംഗ് സീറ്റിൽ ഇങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് തിരിച്ചിടാം വണ്ടി. ജീപ്പമ്മേ ടാറ്റ പോവാ സ്കൈ. ടാറ്റ 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 ടാറ്റ. യെസ്, നമ്മളങ്ങനെ വണ്ടി തിരിച്ചിട്ടു. ഇനിയിപ്പോൾ അവർ വരട്ടെ കേട്ടോ. അവരിനി കുറച്ച് തിരക്ക് കൂട്ടുമായിരിക്കും. ഇനി വണ്ടി സ്റ്റാർട്ടാക്കി പോവാനായി എന്ന് അറിഞ്ഞാലാണ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് നടന്ന കാര്യങ്ങൾ കാര്യം ചെയ്യുള്ളൂ. അയ്യപ്പാ നമ്മൾ ആരും ഒരുങ്ങിയില്ലേ. കുഞ്ഞിപ്പെണ്ണ് ശരിക്കും ഒരുക്കിയത് പൊന്നു വരുന്ന കേട്ടോ. പൊന്നു ഒരുക്കിയിട്ട് എനിക്ക് തന്ന കുഞ്ഞിപ്പെണ്ണിനെ. പൊന്നു വരുന്നുണ്ടേ. ഹായ് ഹായ്. പൊന്നൊരു ഭയങ്കര സന്തോഷം കേട്ടോ സിനിമയ്ക്ക് പോകുന്നുണ്ട്. അതെന്നാ ആ കുഞ്ഞിപ്പൻ്റെ ടർക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ടർക്കി കുഞ്ഞിപ്പൻ്റെ ബാഗ് ആട്ടോ കാണുന്നത്. നമ്മുടെ കുഞ്ഞിപ്പൻ്റെ ബാഗ് അതിനകത്തെല്ലാം ഉണ്ട്. പാമ്പറും തുണികളും എല്ലാം സ്റ്റോക്ക് ഉണ്ട്. എന്തെങ്കിലും പണി കിട്ടിയാൽ യൂസ് ചെയ്യണ്ടേ. കൂട്ടുകാരികളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ മമ്മി എന്തേ അറിയില്ല, വേഗം വരാ പറ. ഞാൻ ഹോൺ അടിക്കാം. അപ്പൊ കുറച്ചുകൂടി തിരക്കാക്കും. ഹോൺ അടിക്കാം. പൊന്നു തപ്പി പോയിട്ടുണ്ട് കേട്ടോ. പപ്പേനും മമ്മീനും തപ്പിപ്പോയ പൊന്നിനെ കാണാനില്ല കേട്ടോ. ഇപ്പൊ നമ്മള് വീണ്ടും പോസ്റ്റായി. ഇതാരാ കൊച്ചു നോക്കുന്നുണ്ടോ? ഇതാരാ ഇത് ഫോണില്? ഇതാരാ ഇത് ഫോണില്? ഓ എന്റെപ്പാ ഒരൈഡിയ ഇല്ല കൂട്ടുകാര്. കുഞ്ഞിപ്പെണ്ണ് തിയേറ്ററിൽ പോകുമ്പോ എന്തായിരിക്കും സ്ഥിതി എന്ന് ഒച്ചയൊക്കെ ആയിട്ട് കാര്യം തുള്ളിത്തുള്ളി നടക്കാൻ നോക്ക്. സന്തോഷം കേട്ടത്തുള്ളു. സന്തോഷം കേട്ട് തുള്ളിത്തുള്ളി നടക്കുന്നേ. എന്റെ ഇതോ ഞാനാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്താട്ടോ കൂട്ടുകാരെ. പപ്പ സ്കൂട്ടർ കയറ്റി അങ്ങോട്ട് കയറ്റിയിടുന്നേ. മമ്മീന്റെ അറിയില്ല അറിയില്ല. കുഞ്ഞു നമ്മള് സിനിമയ്ക്ക് പോണോ? ഞാൻ പൊക്കോൺ എടുത്തിട്ടോളാ. പൈസ എടുത്തോ? ഇല്ല, നിന്നെ എടുത്തിട്ടുണ്ട്. എന്റെ അടുത്തില്ല. പൈസ ഒന്നുമില്ലേ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞേച്ചിയാണ് കേട്ടോ. കുഞ്ഞേച്ചീനെ വിളിച്ചതുകൊണ്ടാണ് ഇപ്പൊ സിനിമ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. കുഞ്ഞേച്ചി പോയി കാണാനൊക്കെ പറഞ്ഞിട്ട് പ്രോത്സാഹനം തരുന്നു കുഞ്ഞേച്ചി കേട്ടോ. കുഷ്ടയിരുന്ന് പ്രോത്സാഹിപ്പിച്ച് നമ്മളിപ്പോ പോവാണ്. ഓ ഇച്ചയും കുഞ്ഞിപ്പെണ്ണും വണ്ടി കയറി. മമ്മി റെഡി ആയിട്ടുണ്ട്, പപ്പ റെഡി ആയിട്ടുണ്ട്, ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മമ്മി വന്നിട്ട് കൂട്ടുകാരെ. മമ്മീനെ കാണാനില്ല. മമ്മി സുന്ദരി കുട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. മമ്മി അവിടെ വന്നിട്ട് ഒന്നും പണിയൊന്നും ചെയ്യണ്ട. മമ്മി വെറുതെ ഇരുന്നാ മതിയില്ലേ. മമ്മിക്ക് അത്ര ഇഷ്ടമില്ല. മമ്മിയാണേലും സിനിമ കണ്ടിട്ടുണ്ട് ഉറങ്ങി പോകുന്നറിഞ്ഞ പപ്പ വരുന്നുണ്ട്. നിന്റെ പപ്പ വരുന്നുണ്ട്. നമ്മള് രണ്ട് സീൻ നടക്കുന്ന സാധനം അതിന്റെ മേലെ പപ്പ വന്നിട്ട് പെണ്ണ നിന്റെ കുഞ്ഞേ. അവന്റെ കുഞ്ഞെ ഒരു ഈച്ചനെ രണ്ട് കൊമ്പുകാരിയാണ്. പിടിച്ചോ പപ്പ. എന്റെ കൊച്ചേ റെഡി. സിനിമയ്ക്ക് പോവാനോ നമ്മള് പോവാം. പപ്പ റെഡി. റൈനയും ബെക്കൊക്കെ കൂട്ടിലാട്ടോ. കൂട്ടിലല്ല പുറത്താ. റൈനയും ബെക്കും പുറത്താട്ടോ. ബെക്കും പുറത്താണേ. കുഞ്ഞേച്ചിയും കൂടെ വേണമായിരുന്നു അല്ലേ. കുഞ്ഞേച്ചിയും കളി നിങ്ങളുടെ വേണാറും. മെല്ലെ പോടാ. ഞാൻ സിനിമയ്ക്ക് പോകുന്നു. എന്റെ പൊന്നു, ഇത് നമ്മള് പള്ളിക്കുന്നേന്ന് കഴിച്ച പാനിപ്പൂരി അല്ല. കണ്ടോ മമ്മി വരെ ഫാനായി പപ്പയില്ലേ പാനിപ്പൂരി. എല്ലാരും പറയണ കേട്ടോ ഇവിടെ നല്ല പാനിപ്പൂരിയാന്ന്. പിന്നെ ഞാനിപ്പോ പാനിപ്പൂരി കഴിക്കാൻ പറ്റുക. നീ നിങ്ങളിവിടെ വലിഞ്ഞൊരു വരുന്ന പലപ്പോഴും എന്നാ നീ വരാത്ത എന്നെ അവിടെ ആക്കിയിട്ട് നിങ്ങൾ വന്നു
എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമാണ്. എടുക്കട്ടെ സ്പൂണിൽ പൂരി കഴിക്കുന്നേ. എനിക്കൊന്നും വേണ്ട. എനിക്ക് മസാല പൂരി, 2 മസാല പൂരി. പപ്പേന്റെ കൂടെ മസാലപൂരി മതി. എടാ ചേട്ടന് മസാലപൂരി കുഞ്ഞാ, മസാലപൂരി. മമ്മിക്ക് മസാലപൂരിയാ, പാനിപ്പൂരി വേണ്ട. അപ്പൊ വീട്ടുകാരെ നമ്മളൊരു പാനിപ്പൂരി കഴിക്കാൻ ഉറങ്ങിട്ടോ. പാനിപ്പൂരി കഴിച്ചിട്ട് നമ്മൾ സിനിമയ്ക്കാന്ന് വിചാരിച്ചോ. ഇത് നമ്മുടെ പാനിപ്പൂരിന്റെ ഒരു സ്പോട്ട് വന്നിട്ടുണ്ട് പുതിയത്. നമ്മുടെ ബായി ഉണ്ട് ഇവിടെ. ബായി ബായ് ഹായ് बाय आपका नाम? मेरा नाम हाँ फादर पूछ रहे क्या? है तुम्हारा फादर है? फादर पिताजी 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 हाँ मेरा नाम संजू मारवाड़ी. संजू मारवाड़ी മാതാപിതാ ഗുരു നമുക്കെല്ലാവർക്കും ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അതാണ് കുഴപ്പമില്ല. ഭയ്യക്ക് മലയാളം അറിയാന്ന് പറഞ്ഞാൽ അതും കുഴപ്പമില്ല. मलयालम थोड़ा थोड़ा मुझे. ആ ഭയ്യക്ക് മലയാളം കൊഞ്ച കൊഞ്ച അറിയാം. थोड़ा थोड़ा. അത് തമിഴ് മമ്മി. അപ്പൊ നമ്മുടെ സീതാദേവി അമ്പലത്തിന്റെ നേരെ മുന്നിലാട്ടോ ഇവിടെ പാനിപൂരി കടയുള്ളത്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പുൽപ്പള്ളിയുള്ള ആൾക്കാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ചൂടുള്ളതാണ്. കൈയാണ് അതിലൊക്കെ നോക്കിയിരിക്കുവാ. ഞാൻ എടുക്കാം. അയ്യോ ഓടി എന്റെ ജയമ അമ്മന്റെ പൊന്ന വന്നു. ഓ പൊന്ന അപ്പൊ ആദ്യമായിട്ടോ പാനിപ്പൂരി അല്ല മസാലപ്പൂരി ട്രൈ ചെയ്യുന്നേ. എങ്ങനെയുണ്ടപ്പേ? സൂപ്പർ അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഒരു വട്ടം കഴിച്ചപ്പോ. ഇവിടെ നല്ല വേറെ സ്ഥലത്ത് കേട്ടോ. ഇവിടെ നിന്ന് ഇഷ്ടമായെന്നാ അപ്പൊ പറയുന്നത്. മോളിക്കൂട്ടിന് മസാലപ്പൂരി വന്നിട്ടുണ്ട്. മോളിക്കൂട്ടാ കഴിച്ചു നോക്കിയേ. പൊന്നൂര് പാനിപ്പൂരി കേട്ടോ. ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാല്. കണ്ടോ പൊന്നൂരിന്റെ പാനിപ്പൂരിയാണ് കേട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നല്ല സെറ്റ് പാനിപ്പൂരി, നല്ല ചൂടുണ്ടോ കേട്ടോ. കൂടുതൽ ഇടണ എന്തായിരുന്നു പറയുന്നതിന്? ബടാ ബടാന്നല്ല നല്ല രസമുണ്ടല്ലേ. അങ്ങനെ പൊന്നൂന്റെ പാനിപ്പൂരി കണ്ട റെഡിയായി. പൊന്നു കിട്ടിയ പാടെ 2 വായ കിട്ടോ. കുഞ്ഞിപ്പണ കണ്ട പേടിച്ചിരിക്കുക നീ കഴിക്കുന്നിട്ട്. നല്ല കഴിക്കുഞ്ഞാ, പെണ്ണാണ്ട് പേടിച്ച്. എന്റെ അമ്പോ ഇതെന്താ പെണ്ണ് വായും പൊളിക്കാൻ നോക്കുന്ന പൊന്നുവിനെ. കഴിച്ചു നോക്കിയേ. അത് മൊത്തത്തിൽ എടുത്തിട്ട് വാരി കിടണം. വായിലേക്ക് മൊത്തത്തോടെ ഇടണം. പൊട്ടിയോ? ചവക്ക് ആ നമ്മൾ അന്ന് കഴിച്ച സെറ്റ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. അന്ന് ഇവിടെ നല്ല വേറെ സ്ഥലത്ത് കഴിച്ചേ. അന്ന് പാനിപൂരി അത് തന്നെ പാനിപൂരി. താങ്ക് യു. അങ്ങനെ എന്റെ മസാലപൂരി വന്നിട്ടുണ്ട്. ഇത് കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകണേ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. പാനിപ്പൂരി കഴിച്ചു. അങ്ങനെ പപ്പയ്ക്ക് പാനിപ്പൂരി കഴിക്കാത്ത പപ്പയും വരെ പാനിപ്പൂരി ഇഷ്ടായി എന്ന് പറഞ്ഞു കേട്ടോ. മമ്മിക്ക് ഇഷ്ടായോ? എനിക്ക് പാനിപ്പൂരി അല്ല, എനിക്ക് മസാലപൂരിയാണ് മമ്മിക്ക് ഫേവറേറ്റ്. പപ്പയ്ക്ക് പാനിപ്പൂരിയാണോ മസാലപൂരിയാണോ ഇഷ്ടായേ? രണ്ടും ഇഷ്ടായിട്ടോ. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമായി. നേരെ നമ്മൾ സിനിമയ്ക്ക് മഞ്ഞുമ്മൽ അങ്ങനെ നമ്മള് കറക്റ്റ് ടൈമിൽ നമ്മള് ടാക്കീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തിയേറ്ററില് പോപ്കോൺ വല്ലതും കിട്ടുമോ നോക്കിയിട്ട് നമുക്ക് സിനിമയ്ക്കാറാം. അങ്ങനെ വേണേ പോപ്കോണും അപ്പൊ കുഞ്ഞിപ്പണ് പപ്പേനെ എടുത്താട്ടോ. മമ്മി താണ്ട് പോയിട്ട് കുറെ ആൾക്കാർ ഓടുന്നുണ്ട് കേട്ടോ. സിനിമ തുടങ്ങുമെന്ന് മേടിച്ചിട്ട്. അവിടെ ഉണ്ടോ? ഇവിടെ തിയേറ്റർ നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ആഹാ തിയേറ്ററിനുള്ളിൽ എത്തി കൂട്ടുകാരെ. നല്ല റെഡ് കളർ ഏറ്റവും പുറകിൽ. നമ്മളെ ഏറ്റവും പുറകിലാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് ഇരുന്നട്ടോ, സീറ്റ് ഇരുന്നു. കുഞ്ഞിപ്പെണ്ണ് സിനിമ കാണാൻ വേണ്ടി പോവാണേ. സിനിമ തുടങ്ങി. അപ്പൊ മോളിക്കൊണ്ട് സിനിമ കാണാൻ വേണ്ടി റെഡി ആയിട്ടില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണെന്ന് നോക്കിയോ. കുഞ്ഞിപ്പെണ്ണ് പൊരിഞ്ഞ കളിയാണ് കേട്ടോ. കണ്ട കൈയിട്ടടിക്കുന്നത്. അപ്പൊ ഇന്റർവെൽ ആയിട്ടുണ്ട്. പെണ്ണ് ഭയങ്കര, ഞാൻ വിചാരിച്ചു വഴക്കായിരിക്കുന്നു. പെണ്ണ് പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഡാൻസും ഇന്റർവെല്ലായിട്ട് നിർത്തിയപ്പോഴത്തേക്കും പെണ്ണിനൊന്ന് ദേഷ്യം പിടിക്കുന്നു.
സൗണ്ട് ഒന്നും ഇല്ലല്ലോ, സൗണ്ട് ഒക്കെ തീർന്നില്ലേ? അപ്പൊ പെണ്ണ് സങ്കടായിട്ടോ. പോയോ സിനിമ കാണാട്ടോ കൂട്ടുകാരെ. ഇതെന്തത് മറ്റേ പണ്ടത്തെ സിനിമയിലെ നടന്മാർക്കില്ല ഇങ്ങനത്തെ സംഭവം. ടാറ്റ കൊടുക്കണോ? മമ്മിക്ക് ടാറ്റ കൊടുക്കുക. മമ്മി എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മി കുറെ നേരം കടന്നു ഉറങ്ങിട്ടോ. ഉറങ്ങിപ്പോയി. അപ്പേ എങ്ങനെയുണ്ട്? കണ്ടിരിക്കുന്നു കേട്ടോ. പാട്ട് പൊന്നെ പേടിച്ചിരിക്കുക. ഫസ്റ്റ് പാർട്ടിൽ ഭയങ്കര ട്വിസ്റ്റ് ആണല്ലോ. നമ്മൾ സെക്കൻഡ് പാർട്ടിലാണല്ലോ കഥയിന്റെ എന്താ പറയാ. അതെ അതെ അതെ, എനിക്കെല്ലാം മനസ്സിലായില്ല അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ സിനിമ കൂടെ കണ്ടു കഴിഞ്ഞിട്ട് പറയാട്ടോ. കുഞ്ഞിപ്പണ്ണി ഇവിടെ ഈ സാധനത്തെ കപ്പ് ഹോൾഡറിനകത്തൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ടോ കുഞ്ഞിപ്പണ്ണ്? ഒളിച്ച് കണ്ട് കളിക്കുക. പെണ്ണിന്റെ കളി കേട്ടോ. പെണ്ണ് ചേട്ടാ ചേട്ട വിളിച്ചോണ്ടിരിക്കുക. വേണ്ട വേണ്ട കാണാവോ പെണ്ണിനെ? അവിടെ ഒരു കൊച്ചുണ്ട് കേട്ടോ അപ്പുറത്തെ സീറ്റില്. അപ്പുറം ഒരു കൊച്ചുണ്ട് കേട്ടോ. ആ കൊച്ചിനെ കണ്ടിട്ട് കുഞ്ഞിപ്പണ്ണി ചേട്ടാ ചേട്ട വിളിച്ചോണ്ടിരിക്കുക. ഡൂഡാന്ന് പറഞ്ഞിട്ട്. എന്തോ വാ 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 ഡൂഡാന്ന് പറഞ്ഞിട്ടാട്ടോ. ഡൂഡാന്ന് വെച്ചാൽ വരുന്നില്ല ചേട്ടാ. ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ റെഡ് ലൈറ്റ്, തിയേറ്ററിലൂടെ ലൈറ്റ് കണ്ടിട്ട് കുഞ്ഞിപ്പണ്ണിന്റെ കാടി നോക്ക്. അയ്യേ എന്റെ ദൈവമേ, പെണ്ണ് ഭയങ്കര ഒച്ചപ്പാടാട്ടോ. അയ്യോ അയ്യോ ശുശിയേന്ന് സുശി ഉണ്ടോന്ന് അറിയാക്കുന്നേ. ശുശി അല്ലടി അത്. സുസിയും ഡൂഡോന്ന് പറഞ്ഞട്ടെ. എല്ലാം അച്ഛണ്ടാക്ക് എമ്മച്ചെന്നറിയാമോ? ഇവിടെയാണ് കൊറേ ചേട്ടന്മാര് ട്രോളാനുണ്ട് കേട്ടോ. ചേട്ടാ അയ്യേ അതിലാൾക്കാർ നടക്കുന്നുണ്ടിട്ട് ചിരിക്കുന്നുണ്ടോ? അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാടെ അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാര് നമ്മളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സാഡായി പോയി. സാമ്പ് കഴിഞ്ഞു. ഇവിടെ ചുമ്മാ പറയുന്ന കേട്ടോ. ഇതൊക്കെ വാലിമ്പൽ ജ്യൂസ് എന്താ പേര് മറന്നുപോയി. ആ മഞ്ഞുമ്മൽ ബോയ്സ് പറഞ്ഞിട്ട് പൊന്നിന് സങ്കടമായി പോയിട്ടോ. വണ്ടി നാട്ടെ എവിടെയാ? വർഷങ്ങൾക്ക് ശേഷം അടുത്ത പടം ഏതാ കാണണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്പോ അപ്പൊ ശരിക്കും നടന്നു അങ്ങനെ പോയിട്ട് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ട് എല്ലാരും സാഡ് ആയിട്ടിരിക്കട്ടോ കേട്ടോ. പാവം എല്ലാവർക്കും വിഷമായി പോയിട്ടോ. റിയൽ സ്റ്റോറി ആയെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്നാലും ശ്രീനാഥ് ഭാസിന്റെ ശോഭിന്റെ ഒക്കെ അല്ലേ എന്നാ അഭിനയല്ലേ? അഭിനയം തകർത്തു. അപ്പൊ കൂട്ടുകാരെ നമ്മള് വീട്ടിലെത്തിട്ടോ. അങ്ങനെ സിനിമ കണ്ട് വീട്ടിലെത്തി. പെക്കൂനെ റൈനേനെ ഒന്നും കാണാനില്ല കേട്ടോ. അങ്ങനൊന്നും പോയില്ല. നമ്മളില്ലെങ്കിലുണ്ടല്ലോ ചില ജില്ലുകളാ ഒരു കിളീനെ പോലും അടുപ്പിക്കില്ല ഇപ്പൊ. മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പാണ്. അപ്പ സാമ്പ തല ഇറങ്ങി വീണിട്ടുണ്ടോ? അയ്യോ അല്ല മറ്റേ ശ്രീനാഥ് വാസ് കഴുത്തിൽ കയറി പിടിച്ചപ്പോ സാമ്പ അതെ. അയ്യോ സോറി കേട്ടോ. നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. കാണണ്ട പാടാലോ ഇനി എന്തായാലും. സീന അതെ വെക്ക് തുള്ളുവാ ആട്ടുംകുട്ടനെ പോലെ. അത്ത അവന്റെ കുഞ്ഞുമാവ എണീറ്റോ?
അപ്പൊ കൂട്ടുകാരെ സംഭവം വന്ന പാട് തന്നെ കൈയൊക്കെ കഴുകി വൃത്തിയായി നമ്മുടെ പിന്നെ നമ്മള് സീൽ ചെയ്തിട്ട് ബാക്കി പരിപാടി ചെയ്യാൻ കേട്ടോ. അതുകൂടെ ചെയ്ത് വെച്ചിട്ട് വേണം കളക്കാന്. അപ്പൊ അത് ചെയ്യേണ്ട കൂട്ടുകാരെ. എന്തായാലും സിനിമ അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ. നമുക്ക് വലിയ സന്തോഷമല്ല, കുറെ സങ്കടമായി പോയിട്ടുണ്ട്. വിഷമം. കുഞ്ഞിപ്പെണ്ണ് എണീച്ചിട്ടുണ്ട് കേട്ടോ. തക്കരി കുട്ടിയേ മഞ്ഞുമല് ബോയ്സിനെ കണ്ട പൊന്ന്. ഗുഡ് നൈറ്റ്. അപ്പൊ കൂട്ടുകാരെ എന്താണ് നമ്മൾ സിനിമയ്ക്ക് പോയി. എല്ലാവരുടെയും ആദ്യമായിട്ട് പോയി കണ്ട സിനിമ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു അല്ലേ? അപ്പൊ അത്രയാണ് കൂടെ. എന്ത് വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. മമ്മി റൂം കുഞ്ഞിപ്പെണ്ണ് വഴക്കിടന്ന് ചോദിച്ചിട്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണ് ഒച്ചപ്പാടും കുഞ്ഞിപ്പെണ്ണ് വഴക്കൊന്നും വിട്ടില്ല കേട്ടോ. ഡാൻസ് കളിയായിരുന്നു.